നമ്മുടെ സ്പോട്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്ത് ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബാംബു ചിക്കൻ. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു റിസോർട്ടോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഐറ്റംസും ഇല്ലാതെ, അതായത് ടൂൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു നാച്ചുറലായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പാത്രം എടുക്കാം. ഇതാണ് നമ്മളുടെ പാത്രം. ഇത് പാളയിലാണ്. സോ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ട ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് റെഡിയാക്കാം. ആദ്യമായി നമുക്ക് മുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് സാൾട്ട് ഇടാം. ഇതൊന്നും സ്പൂൺ കണക്കിനല്ല, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇടുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ലൈം ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഡേറ്റ് സിറപ്പ്. ഇത് സാധാരണ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിന് അറബിക് ഡിഷസിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിട്ടാൽ കുറച്ച് സ്വീറ്റി ആയിരിക്കും. സോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. ഇത് കുറച്ച് വലിയ ചിക്കനാണ്. സോ അതുകൊണ്ട് ഞാൻ നല്ല ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഉള്ളിലേക്ക് മസാല എത്തില്ല. എനിക്ക് ചെറിയ ചിക്കനാണ്. ഒരു 800 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള ചിക്കനാണ് നല്ലത്. ഇത് 1.5 കിലോൻ്റെ മുകളിലുള്ള ചിക്കനാണ്. സോ നമുക്കിനി ഇത് മസാല വെക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം വെടിക്ക് മസാല പുരട്ടിയാലാണ് ആ ടേസ്റ്റ് വെടിക്ക് കിട്ടും. പിന്നെ ഇതിനുള്ള നെയ്യൊന്നും അധികം പോക്കണ്ട. കാരണം ഗ്രില്ല് ചെയ്യുമ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ അത് വെടിക്ക് മുരട്ടിയിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം വെടിക്കെത്തും. അപ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. സോ ഈ ചിക്കൻ്റെ നെയ്യ് തന്നെയാണ് ഇതിൽ ഓയിലായിട്ട് വരുന്നത്. എക്സ്ട്രാ ഓയിൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രണ്ട്സുമായിട്ടെല്ലാം ഇപ്പം റിസോർട്ട് കാര്യങ്ങൾ, പിന്നെ ഈ ബിൽഡിങ്ങുകളുടെ താമസം, അങ്ങനത്തെ ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത്. ഉള്ളിലെല്ലാം റെഡിക്ക് തേക്കാം. കാരണം നല്ല ഉള്ളിലെല്ലാം റെഡിക്ക് മസാല പിടിക്കും. നല്ല ഉള്ളിലേക്കെല്ലാം നല്ല വൃത്തിക്ക് തേച്ചാൽ നല്ല മസാല പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ മസാല ശരിക്കും പിടിച്ചിട്ടുണ്ട്. നമുക്കിത് മാഗ്നേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം, നമ്മുടെ ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ വെക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ വാഴയിലയിലാണ് അത് ഒരുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലോണം അടക്കി
മസാല ഈ ഇലേൻ്റെ സത്ത കൂടി അതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ വാഴയിലയിലാക്കുന്നത് നമ്മൾ മുളയിലാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. മുള വെച്ചിട്ടാണ്. സോ ആ മുളയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കണം. ഈ മുള കത്തി നമുക്ക് വലിയ കത്തി വേണമെന്നൊന്നുമില്ല, ചെറിയ കത്തിയായാലും മതി. പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഏകദേശം കട്ടായിട്ടുണ്ട്. ബാക്കി കൂടി നമ്മളിപ്പോൾ കട്ട് ചെയ്യും. അത് നമ്മൾക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ നമ്മൾ തീയിൽ തന്നെ ചുട്ടെടുക്കുന്നതാണ്. ചുട്ടെടുത്ത കപ്പ നല്ല ടേസ്റ്റിയാണ്. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക ചുട്ടെടുക്കുമ്പോഴാണ്. നമുക്ക് ചിക്കൻ ഗ്രിൽ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്റ്റിക്ക് ഒന്ന് വാഷ് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് എടുക്കാം. കുറച്ച് ഹാർഡാണ്, കാരണം ഞങ്ങൾ മുള കുറച്ച് വലുതായതുകൊണ്ട് ചിക്കൻ വിചാരിച്ച പോലെ മുളയിലേക്ക് പിൻ ചെയ്യാനാവുന്നില്ല. കുഴപ്പമൊന്നുമില്ല.
നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ സൈഡ് ഡിഷാണ്. ഇത് ചീരപ്പറങ്കിയും തക്കാളിയും ഉള്ളിയും കൂടിയാണ്. Chicken is over. Hey. Thank you.